മക്കളെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ എക്സാമിനറിൻ്റെ പ്രീ നീറ്റ് ആൻഡ് പ്രീ JEE എക്സാം വരാൻ പോവുകയാണല്ലേ. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമ്മൾ പറഞ്ഞത് August 20th വരെയായിരുന്നു നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. August 30th വരെയാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ എക്സാമിന് മുൻപായിട്ട്, സെപ്റ്റംബറിലാണ് നമ്മളുടെ എക്സാം, പക്ഷേ നിങ്ങൾ August 30th മുൻപായിട്ട് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ആൻഡ് വേറൊരു കാര്യം കൂടി നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ളത്, നമ്മളുടെ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 100 rupees ആയിരുന്നു. പക്ഷേ അത് August 19th വരെ മാത്രമായിരിക്കും. കാരണം ഇപ്പോൾ ഒത്തിരി മക്കൾ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമ്മൾക്ക് സെൻറ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എക്സാമിന് നടത്താനുള്ള കോസ്റ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മൾ രജിസ്ട്രേഷൻ ഫീ August 19 ശേഷം 150 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പ്രീ നീറ്റ് എക്സാം അല്ലെങ്കിൽ പ്രീ JEE എക്സാം സീരിയസ് ആയിട്ടാണ് കാണുന്നത്, നിങ്ങളിതിനെ സീരിയസ് ആയിട്ട് എന്തായാലും എക്സാം എഴുതണം എന്ന് വിചാരിക്കുന്ന മക്കളാണെങ്കിൽ August 19 മുൻപായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ മാത്രമേ രജിസ്ട്രേഷന് വരുള്ളൂ. അതിനുശേഷം 150 രൂപയായിരിക്കും. ഓക്കെ, സോ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ സീരിയസ് ആയിട്ട് നീറ്റ് അല്ലെങ്കിൽ JEE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ August 20th മുൻപായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, August 30th വരെ രജിസ്ട്രേഷൻ ഉണ്ട്, പക്ഷേ 19th കഴിഞ്ഞാൽ ഫീ 150 രൂപയായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പ്രീ നീറ്റ് അല്ലെങ്കിൽ പ്രീ JEE എക്സാം നിങ്ങൾക്ക് എഴുതാം. വേഗം തന്നെ രജിസ്റ്റർ ചെയ്യാം.